അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹിൽ ഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. ഫിഖ് ക്ലാസ് തുടരുന്നു. ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം കുട്ടിയെ നിസ്കാരം പരിശീലിപ്പിക്കുന്നതിനെ സംബന്ധിച്ചാണ്. കുട്ടിക്ക് നിസ്കാരം നിർബന്ധമില്ലെങ്കിലും കുട്ടിയെ നിസ്കാരം പരിശീലിപ്പിക്കേണ്ടത് ബാധ്യതയാണ്. അസ്വബിയു വസ്സല, കുട്ടിയും നിസ്കാരവും, അതാണ് ഹഡിങ്. യുമറു സബിയുൽ മുമയ്യിസ് ബിസ്സലാത്തി ബഅദ സബഈൻ, വകതിരിവുള്ള കുട്ടിയോട് 7 വയസ്സ് പൂർത്തിയായതിൻ്റെ ശേഷം നിസ്കരിക്കാൻ കൽപ്പിക്കപ്പെടണം. വയുദ്റബു അലൈഹ, നിസ്കരിക്കാത്തതിൻ്റെ പേരിൽ, നിസ്കാരം ഉപേക്ഷിച്ചതിൻ്റെ പേരിൽ അടിക്കപ്പെടുകയും വേണം. ബഅദ അശ്രിൻ, 10 വയസ്സ് പൂർത്തിയായതിൻ്റെ ശേഷം. ഈ നിയമത്തിൻ്റെ അടിസ്ഥാനം അബൂദാവൂദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസാണ്. ലിമാ റവാ അബൂദാവൂദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നിയമം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മുറുസ്സബിയ ബിസ്സലാ, നിങ്ങൾ കുട്ടിയോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം. ഇദാ ബലഗ 7 സിനീൻ, 7 വയസ്സായി കഴിഞ്ഞാൽ. വൈദാ ബലഗ 10 സിനീൻ, 10 വയസ്സായാൽ ഫദ്രിബൂഹു അലൈഹ, കുട്ടിയെ നിസ്കരിക്കാത്തതിൻ്റെ പേരിൽ, നിസ്കാരം ഉപേക്ഷിച്ചതിൻ്റെ പേരിൽ നിങ്ങൾ അടിക്കുകയും വേണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ ഹദീസിൽ പറഞ്ഞ ഈ കൽപ്പിക്കലും അടിക്കലുമൊക്കെ ആരുടെ മേലാണ് നിർബന്ധമാകുന്നത്? യജിബു ദാലിക, ഇത് നിർബന്ധമാണ് അലൽ ആബായി, ബാപ്പമാരുടെ മേൽ, അതുപോലെ വൽ ഉമ്മഹാത്തി, ഉമ്മമാരുടെ മേലും, പിന്നെ തുമ്മൽ അജിദാദി, ഇവരില്ലാത്ത സമയത്ത് തുമ്മൽ അജിദാദി വൽ ജദ്ദാത്തി, വല്യാപ്പന്മാരുടെ മേലും വല്യമ്മമാരുടെ മേലും, തുമ്മൽ ഔസിയായി, ഇവരുമില്ലെങ്കിൽ തുമ്മൽ ഔസിയായി, കുട്ടിയുടെ സംരക്ഷണം വസിയത്ത് ചെയ്ത് ഏൽപ്പിക്കപ്പെട്ട ആളുകളുടെ മേലാണ് ഇത് ബാധ്യത. ഇത് മാത്രമല്ല, വഖദ, ഇപ്രകാരം യജിബു അലൈഹിം, ഈ ആളുകളുടെ മേൽ നിർബന്ധമാണ്, യുഅല്ലിമുഹു, കുട്ടിക്ക് അവർ പഠിപ്പിക്കൽ, ജമീഅ ശറാഇ ളാഹിറ, വ്യക്തമായ ശരീഅത്തിൻ്റെ എല്ലാ നിയമങ്ങളും കുട്ടിക്ക് പഠിപ്പിക്കൽ അവരുടെ മേൽ ബാധ്യതയുണ്ട്. മാത്രമല്ല അമ്രുഹു, കുട്ടിയോട് അവർ കൽപ്പിക്കലും ബാധ്യതയാണ്, ബിൽ മഅറൂഫി, നല്ലതുകൊണ്ട്, വനഹ്യുഹു, കുട്ടിയോട് അവർ നിരോധിക്കലും, കുട്ടിയെ അവർ വിരോധിക്കലും, അനിൽ മുങ്കർ, നിഷിദ്ധമായ കാര്യങ്ങളെ തൊട്ട്, വദർബുഹു അലാ ദാലിക, കുട്ടിയെ വേണ്ടി വന്നാൽ ഇതിൻ്റെ പേരിൽ അടിക്കലും അവർക്ക് ബാധ്യതയാണ്. ഹത്താ യബ്ലുഗ റഷീദൻ, കുട്ടി റഷീദായി പുലുവാകുന്നത് വരെ ഇതെല്ലാം ബാധ്യതയാണ്. വിവേകമുള്ളവനായി അവൻ പ്രായപൂർത്തി എത്തുന്നത് വരെ, പ്രായപൂർത്തി എത്തിയാൽ റഷീദായിക്കൊള്ളണമെന്നില്ല. റഷീദാവുക എന്ന് പറഞ്ഞാൽ അവൻ്റെ ദീനും ദുനിയാവും കൊണ്ട് നടക്കുന്ന ഒരു ചുറ്റുപാട് അവനിൽ ഉണ്ടാകുമ്പോഴാണ് റഷീദായി ബുലൂഗാവുന്നത്. റഷീദായി ബുലൂഗാകുന്നത് വരെ ഈ ബാധ്യതകൾ ഈ ആളുകളുടെ മേൽ, ഈ പാപ്പന്മാർ, ഉമ്മമാർ, അതുപോലെ അതിനുശേഷം പറയപ്പെട്ട ആളുകളുടെ മേലൊക്കെ ബാധ്യത നിലനിൽക്കുന്നതാണ്. ഉജ്റത്തു തഅലീമിഹി, കുട്ടിയെ പഠിപ്പിക്കാനുള്ള കൂലി, അതിൻ്റെ ചെലവ്, ഫി മാലിഹി, കുട്ടിയുടെ മുതലിലാണ്, കുട്ടിയുടെ പേരിൽ മുതലുണ്ടെങ്കിൽ, സുമ്മ അലാ അബീഹി, അതില്ലെങ്കിൽ പിന്നെ കുട്ടിയുടെ വാപ്പയുടെ മേലിലാണ് അതിൻ്റെ ബാധ്യത, സുമ്മ അലാ ഉമ്മിഹി, പിന്നെ കുട്ടിയുടെ ഉമ്മയുടെ മേലിലാണ്. കുട്ടിക്ക് 7 വയസ്സായാലാണ് നിസ്കരിക്കാൻ കൽപ്പിക്കേണ്ടത്. പക്ഷേ
കുട്ടിക്ക് വകതിരിവായി കഴിഞ്ഞാൽ കുട്ടിയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് പഠിപ്പിക്കൽ രക്ഷിതാക്കൾക്ക് നിർബന്ധമുണ്ട്. അവിടുത്തെ പേര്, മക്കയിൽ ജനിച്ചു, മദീനയിൽ വഫാത്തായി, അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശേഷണങ്ങൾ ഒക്കെ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കൽ രക്ഷിതാക്കളുടെ മേൽ ബാധ്യതയാണ് എന്ന്, അതാണ് ആദ്യത്തെ ബാധ്യത എന്ന് ഫത്വയിൽ മുഈൻ പോലത്തെ കിതാബിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. വകതിരിവായ കുട്ടി 7 വയസ്സ് എത്തിച്ചാലാണ് നിസ്കാരം കൊണ്ട് കൽപ്പിക്കേണ്ടത്. വകതിരിവില്ലാത്ത കുട്ടിക്ക് 7 വയസ്സായാൽ നിസ്കാരം കൊണ്ട് കൽപ്പിക്കേണ്ടതില്ല. എപ്പോഴാണോ വകതിരിവാകുന്നത് അപ്പോഴാണ് കൽപ്പിക്കേണ്ടത്. വകതിരിവ് വരുന്നത് മിക്ക കുട്ടികളിലും 7 വയസ്സിൻ്റെ മുമ്പ് വരും. ആ വകതിരിവ് എപ്പോഴാണോ വരുന്നത് അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ചാണ് ആദ്യം പഠിപ്പിക്കേണ്ടത്. പിന്നീട് 7 വയസ്സ് പൂർത്തിയായാൽ നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം. ഇനി താഴെ പറയുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുക. വകതിരിവുള്ള കുട്ടിയെ 7 വയസ്സിൻ്റെ ശേഷം നിസ്കാരം കൊണ്ട് കൽപ്പിക്കുകയും 10 വയസ്സിൻ്റെ ശേഷം അവർ പറഞ്ഞിട്ട് നിസ്കരിക്കുന്നില്ലെങ്കിൽ അടിക്കുകയും വേണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ ഹദീസ് എന്താണ്, ആ ഹദീസിൻ്റെ ലഫ്ളും ആ ഹദീസിൻ്റെ അർത്ഥവും വിവരിക്കുക. രണ്ടാമത്തെ ചോദ്യം, ഇങ്ങനെ കൽപ്പിക്കലും അടിക്കലുമൊക്കെ നിർബന്ധമുള്ളത് ആരുടെ എല്ലാം മേലിലാണ്? അടുത്ത ചോദ്യം, നിസ്കാരത്തിന് പുറമെ വേറെയും പല കാര്യങ്ങളും ഈ പറഞ്ഞ കുട്ടിയുടെ രക്ഷിതാക്കൾക്ക് നിർബന്ധമുണ്ട് എന്ന് പറഞ്ഞ് ആ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇനി അടുത്ത ചോദ്യം, കുട്ടിയെ പഠിപ്പിക്കാനുള്ള കാശ് കണ്ടെത്തേണ്ടത് ആരുടെ ധനത്തിൽ നിന്നാണ്?